കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൈതലേ, പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കുവാനായി അടുത്തേക്ക് വരികയാണ്. വളരെ മനസ്സ് നേറി ആരോടും ഹൃദയം തുറക്കാൻ ഒരു താല്പര്യമില്ലാതെ ആകമാനമൊരു വല്ലാത്ത ഹൃദയാവസ്ഥയിലായിരിക്കുന്ന നിങ്ങളോടാണ് കർത്താവിന് ആഴമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹം വരുന്നത്. എൻ്റെ പ്രയാസം ഇപ്പോൾ ആർക്കും മനസ്സിലാകത്തില്ല. ഞാനിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ്റെ അതിനകത്തെ ദുരിതം എനിക്കാരോടും വിവരിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയുമാറ് നീ വളരെ വേദനയോടായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ നോക്കിയാണ് കർത്താവ് തൻ്റെ കരം കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ വേണ്ടി നിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത്. ഒരു ദൈവിക ഇടപെടലിൻ്റെ തൊട്ടരികിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ വല്ലാത്ത സങ്കടത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഈ നേരത്തിൽ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ലൈഫിനെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിൽ പത്രോസ് ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നൊരു കാര്യം 1 പത്രോസ് 5:7 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശു നിങ്ങൾക്കായി കരുതും, ആയതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ വെച്ചുകൊള്ളുക. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്ന ഒരു ജീവിതാവസ്ഥയുടെ നടുവിൽ ഒരു ഐഡിയ കിട്ടാതെ നമ്മൾ ആകമാനം സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഒപ്പമുള്ളവർക്ക് പോലും നമ്മളെ സഹായിക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയാത്ത വിധം നമ്മുടെ പ്രശ്നം അവരുടെയൊക്കെയും നിലകൾക്ക് അതീതമായി വഷളായിരിക്കുന്ന ഒരു നേരത്തിലൂടെ നാം കടന്നു പോകവേ കർത്താവ് പറയാണ്, ഇത് ഞാനിങ്ങ് ഏറ്റെടുക്കാം. നിന്റെ ഭാരം യേശു ഇന്ന് രാവിലെ ഏറ്റെടുക്കുകയാണ്. അതെന്തിനെ ഓർത്ത് കരയുന്ന കണ്ണുനീരായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഉത്തരം തരുവാൻ ആഗ്രഹിക്കുന്നു. 2000 വർഷങ്ങളുടെ പുറകിൽ ഇതുപോലൊരു ദിവസം പകൽ സൂര്യൻ ഉദിച്ചു. ആ ദിവസത്തിൻ്റെ നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കേണ്ടതായിട്ട് വന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് പകൽ സങ്കീർണമായൊരു പ്രശ്നം ലോകത്തിൻ്റെ മേൽ നടക്കുകയായിരുന്നു. അത് യേശുവിൻ്റെ ക്രൂശീകരണമായിരുന്നു. നട്ടുച്ചയ്ക്ക് കൂരിട്ട് വ്യാപിക്കുന്ന വിധത്തിൽ സൂര്യനെ കാർമേഘങ്ങൾ മറച്ച ആ പകലിൽ നമ്മുടെ പാപഭാരത്തിൻ്റെ ക്രൂശ് യേശു ഏറ്റെടുത്തു. നമ്മുടെ രോഗങ്ങളും ശാപങ്ങളും യേശു ഏറ്റെടുത്തു. നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത സകല പ്രശ്നങ്ങളും കർത്താവ് തൻ്റെ ചുമലിൽ വഹിച്ചു. ഇന്ന് നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനകളെ വഹിച്ചവൻ നമ്മളോട് പറയുന്നു, ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ പ്രശ്നം എത്ര വലുതായാലും ഞാനത് ഏറ്റെടുക്കാം. ദൈവം ഭാരങ്ങളെ ചുമക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്കായി കരുതുന്നു എന്നും കൂടെ ബൈബിൾ പറയുന്നു. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഈ പ്രശ്നത്തിൻ്റെ മറുവശത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഉത്തരം നിങ്ങൾക്കായി ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് യേശു പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഈ വല്ലാത്ത സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ മനസ്സ് വല്ലാതെ നീറിപ്പോകുന്ന ഈ പ്രശ്നങ്ങളുടെ നടുവിൽ, നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയായി ലോകത്തൊന്നുമില്ലാതായിരിക്കുന്ന ഈ പ്രത്യേക ജീവിതഘട്ടത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു കരുതൽ ഒരുക്കിയിട്ടുണ്ടെന്നാണ് കർത്താവ് നിങ്ങളോട് പറയുന്നത്. ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കരുതലിനെ കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, കരുതി വെച്ചിട്ടുള്ളത് കൊണ്ട് ഭാരം വേണ്ട. ചിന്താകുലങ്ങൾ, ആകുലതകൾ, എല്ലാത്തരം ആങ്സൈറ്റികളും, നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും കർത്താവായ യേശുവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുക. ഇങ്ങ് പോരെ, ഞാനിവിടെ ഈ കാര്യം റെഡിയാക്കിയിട്ടുണ്ട്. വളരെ തിരക്ക് പിടിച്ചൊരു ഓട്ടത്തിൻ്റെ നടുവിൽ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുവാൻ ഒരാൾ തയ്യാറാകുമ്പോൾ നമുക്ക് നിർഭാഗ്യവശാൽ അത് കഴിയാതെ പോകുമ്പോൾ അവർ നമ്മളെ വിളിച്ചു പറയുകയാണ്, മെഡിസിനിലും കുഴപ്പമില്ല, പോരെ, ഇവിടെ ആ കാര്യം എത്തിയിട്ടുണ്ട്. കരുതൽ ഒരുങ്ങിയിട്ടുള്ളത് കൊണ്ട് മുന്നോട്ടുള്ള യാത്ര സുഗമമായിട്ട് തുടരുക എന്നുള്ള ദൂതാണ് കർത്താവ് ഇന്ന് രാവിലെ പറയുന്നത്. കരുതിയിട്ടുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. യേശു നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട്. തൻ്റെ കുഞ്ഞിൻ്റെ കരം പിടിച്ച് അബ്രഹാം മോറിയ മലയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാത്തൊരു ജീവിതത്തിൻ്റെ യാത്രയുടെ നടുവിൽ മനസ്സ് പതറി നിൽക്കുന്ന വേളയിൽ യാഗമൃഗം എവിടെയാണപ്പാ എന്ന് ചോദിക്കുന്ന തൻ്റെ കുഞ്ഞിനെ നോക്കി അബ്രഹാം വേദനയോടെ പറഞ്ഞ വാക്ക്, യഹോവ കുഞ്ഞെ കരുതിക്കൊള്ളുമെന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. കരുതിക്കോളും എന്ന് പറയുന്നതും കരുതിയിട്ടുണ്ടെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കരുതിക്കോളും എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണെങ്കിൽ കരുതിയിട്ടുണ്ടെന്ന് പറയുന്നൊരു ഉറപ്പാണ്.
ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഞാൻ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. യേശു നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. മുന്നോട്ടേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾക്ക് അനുകൂലമായ ഉത്തരവും, നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ രൂപപ്പെടലും, നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന റിപ്പോർട്ടുകളും, നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചെയ്തു തരാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. മാനസികമായി തളർന്നും ഹൃദയം കൊണ്ട് ക്ഷീണിച്ചും ശാരീരികമായി ബലമില്ലാതെയും എങ്കിലും ഞാൻ മുന്നോട്ടിറങ്ങിയേ മതിയാകുള്ളൂ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, ഇരുന്നു പോയാൽ കുറ്റപ്പെടുത്തലുകൾ പിന്നെയും കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ള കാരണം കൊണ്ട്, പലരുടെയും മുൻപിൽ ഉത്തരം പറയാനില്ല എന്നിട്ട് കൂടിയും ആകുലതകളെല്ലാം പേറിക്കൊണ്ട് മുന്നോട്ടേക്ക് എന്തെങ്കിലും ആകട്ടെ, എങ്ങനെയും ആയിത്തീരട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന ഈ യാത്രയുടെ മുൻപിലാണ് കർത്താവ് നിന്നോട് പറയുന്നത്, ഗത്യന്തരമില്ലാതെ യാത്രയ്ക്കിറങ്ങുന്ന നിന്നെ, ലക്ഷ്യമില്ലാതെ മുന്നോട്ടേക്ക് എങ്ങനെയും പോകാമെന്ന് കരുതി നിൽക്കുന്ന നിന്നെ എൻ്റെ കരുതൽ കൊണ്ട് ഞാൻ വരവേൽക്കുകയാണ്. യേശു ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ വഴി കരുതുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ഉത്തരം നിങ്ങളെ തേടിയെന്ന് വരും. നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സമ്മാനം ദൈവം ഇന്ന് നിങ്ങളുടെ കരങ്ങളിൽ തരും. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങളുടെ കാതുകളിൽ കേൾക്കും. കർത്താവിൻ്റെ പൈതലേ, നിനക്ക് വേണ്ടി യേശു കരുതുന്ന ദിവസമാണിത്. ആമേൻ. നീ സഹിക്കുവാനല്ല യേശു നിന്നോട് പറയുന്നത്, നിന്റെ സഹനങ്ങളുടെ ക്രൂശ് എടുക്കുവാനും അല്ല ഇന്ന് പകൽ ആവശ്യപ്പെടുന്നത്. കർത്താവ് നിങ്ങളോട് പറയുന്നത്, നിന്റെ ഭാരം നീ എൻ്റെ കയ്യിലോട്ട് തരിക എന്നുള്ളതാണ്. ഞാനത് ഏറ്റെടുക്കാം എന്നുള്ളതാണ് കർത്താവിൻ്റെ പക്ഷം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേദനകളെ ക്യാരി ചെയ്യുവാൻ യേശു റെഡിയാണ്. എത്ര ഭാരവും എത്ര വലിയ വേദനയും ആരോട് പങ്കുവെക്കാൻ വയ്യാത്ത മുറിവുകളും ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത മാനസിക വ്യഥയും ഇന്നിവിടെ ആശ്വാസമായി മാറും. ഇന്നത്തെ ഈ ശുശ്രൂഷ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ പൈതലേ, ഒരു സമാധാനം നിന്റെ ഹൃദയത്തിൽ നിറയാൻ പോകുന്നു. ഞാൻ വ്യക്തമായി പറയാം, ഇന്നെൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന സകലരുടെയും അരികിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അതീതമായ ഒരു ആശ്വാസത്തിൻ്റെ വാർത്ത നിങ്ങളെ തേടി വരാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന നിക്ഷേപം എത്ര വലുതായിരുന്നു എന്നുള്ളത് നിങ്ങൾ സന്തോഷത്തോടുകൂടെ കാണാൻ പോകുന്നു. നിങ്ങൾക്കായി യേശു കരുതും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ചുമക്കണമെന്ന് കരുതിയതും നിങ്ങൾ എടുത്താലേ മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്ന് നിങ്ങൾ കരുതിയതുമായ എല്ലാ ജീവിത ഭാരങ്ങളും കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കും. നമുക്ക് അല്പനേരം കർത്താവിൻ്റെ കരങ്ങളിൽ സ്വസ്ഥമായിരിക്കാം. ഭാരങ്ങൾ, പ്രയാസങ്ങൾ യേശു നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ചിന്തകളുടെ ആധിക്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയുണ്ട്. ആകുലതകളുടെ ആധിക്യം കൂടി നിൽക്കുന്ന ഒരു ജീവിത പരിസരത്തിൽ കർത്താവിൻ്റെ കരുതൽ കാണാൻ കഴിയാതെ കണ്ണുകൾ അന്ധമായി പോകുന്നു എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അത് വരാതിരിക്കാൻ ഇന്ന് രാവിലെ കർത്താവിൻ്റെ കരത്തിൽ നമുക്ക് ജീവിതത്തെ സമർപ്പിക്കാം. ഒരുപക്ഷെ ഏറ്റവും സ്നേഹിക്കേണ്ട ആളാൽ തിരസ്കരിക്കപ്പെട്ടതിൻ്റെ വേദനയിലായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത്. എനിക്ക് ഇന്ന് അവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിലയിൽ നിങ്ങളെപ്പോഴും ജോലിക്ക് വേണ്ടി പോകുന്ന ഒരു സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലാൻ വയ്യാത്ത വിധം നിങ്ങളുടെ മനസ്സ് നീറിയായിരിക്കാം നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിലായിരിക്കുന്നത്. ഇന്ന് ആ റിപ്പോർട്ട് എന്തായിരിക്കുമെന്നുള്ള നിലയിൽ നിങ്ങളുടെ മേൽ നടക്കാൻ പോകുന്ന ആ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സമാധാനമായിരിക്കും, സ്വസ്ഥതയായിരിക്കും. നിന്നെ ഒരു തീനാളങ്ങൾക്കും വിഴുങ്ങുവാൻ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഒരു പെരുവെള്ളങ്ങളിലും നിന്നെ മുങ്ങുവാൻ കർത്താവ് വിടുകയില്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറയുന്നു. സമാധാനം കൊണ്ട് ഞാൻ നിന്നെ ഭദ്രമായി സൂക്ഷിക്കും. ഞങ്ങളുടെ ദൈവമേ, പ്രിയപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്നത്തെ പ്രവചനദൂതിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് പകർന്നു നൽകുന്ന അതിതീവ്രമായ ആശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ സമാധാനം നിറയട്ടെ. ഒത്തിരി സ്വപ്നങ്ങളോടും ഒരുപാട് ആഗ്രഹങ്ങളോടും തുടങ്ങിയ ജീവിതത്തിൽ കലഹങ്ങളും സങ്കടങ്ങളും നിറഞ്ഞ് മുന്നോട്ടേക്ക് പോകുവാൻ താല്പര്യമില്ല, ഞാൻ മടുത്തു, എനിക്ക് ജീവിക്കാൻ പോലും വയ്യ എന്നുള്ള ഘട്ടത്തിൽ ഉള്ളു തകർന്നിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിത പ്രയാസത്തെ കർത്താവ് ഇന്ന് നേരെയാക്കാൻ ഇറങ്ങി വരികയാണ്. ഞാൻ നിന്റെ ജീവിതത്തിൻ്റെ താറുമാറായ വശങ്ങളെ നേരെയാക്കുമെന്ന്, അതിൻ്റെ ഋതം ഞാൻ നേരെയാക്കുമെന്ന് യേശു നിന്നോട് പറയുന്നു. ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടും തിരിച്ചിങ്ങോട്ടേക്ക് പരിഗണനകൾ കിട്ടാതെ ഒഴിവാക്കപ്പെട്ടു പോയതിൻ്റെ സങ്കടത്തിൽ ഹൃദയം നുറുങ്ങുന്ന കർത്താവിൻ്റെ കുഞ്ഞെ,
നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആശ്വാസം ഇന്ന് രാവിലെ ഇറങ്ങി വരികയാണ്. നിൻ്റെ ജീവിത പങ്കാളിയുമായി നിനക്ക് സന്തോഷത്തോടെ ജീവിപ്പാനുള്ളൊരു സാഹചര്യം കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് തന്നെ രൂപപ്പെടും. എൻ്റെ പൈതങ്ങളെ ഞാൻ എങ്ങനെ മുന്നോട്ട് നോക്കും? എങ്ങനെ ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും? എൻ്റെ മുമ്പിൽ വഴിയൊന്നും കർത്താവെ ഞാൻ കാണുന്നില്ലല്ലോ എന്നോർത്ത് ഭാരത്തോടായിരിക്കുന്നവരോട് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, ഇസഹാക്കിന് വേണ്ടി കൊമ്പ് കുരുങ്ങിക്കിടന്ന ഒരാട്ടുകൊറ്റനെ പോലെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടത് ഇന്ന് പകൽ കർത്താവ് ചിലയിടങ്ങളിൽ നിന്നും ഒരുക്കപ്പെട്ട് സജ്ജമായി കിടക്കുന്ന കാഴ്ച നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ധൈര്യം തരും. പ്രത്യാശയും ധൈര്യവും നിറയട്ടെ. മനസ്സിനകത്ത് ആത്മാർത്ഥമായ സമാധാനം നിറഞ്ഞു കവിയട്ടെ. കഴിഞ്ഞ ദിനങ്ങളിലെ പ്രാർത്ഥനകൾ വലിയൊരു ഉത്തരമായി നിന്റെ മക്കളുടെ കരങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽ ഇവരുടെ കരങ്ങളിൽ കിട്ടാൻ പോകുന്ന റിപ്പോർട്ടുകൾ ഇവരുടെ മനസ്സിൻ്റെ ഭാരത്തിന് വിരാമം കുറിക്കുന്നതാകട്ടെ. ഹോളി സ്പിരിറ്റ് ഇന്നത്തെ പ്രയാസങ്ങൾക്ക് ദൈവം പരിഹാരം കൽപ്പിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിറകണ്ണുകളോടെ കർത്താവിന് സ്തോത്രം പറയുന്ന ചില സാഹചര്യങ്ങളിലേക്ക് അങ്ങയുടെ മക്കൾ എത്തട്ടെ. ശൂന്യമായി കരങ്ങളാകമാനം ഒന്നുമില്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിറം ഇന്ന് പകൽ ഇവരിലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കും. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയം തൊട്ട് ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിങ്ങനെ താഴെ വെക്കാൻ പറ്റാത്ത വിധം ഭാരത്തോടായിരിക്കുന്ന ഒരു പൈതലിനെ കരത്തിൽ പിടിച്ച് വേദനയോടുകൂടെ ആയിരിക്കുന്ന ഒരാളെയാണ് കർത്താവിനെ കാണിക്കുന്നത്. നിങ്ങളോടാണ് യേശു ഇന്ന് രാവിലെ വ്യക്തമായി തന്നെ സംസാരിക്കുന്നത്. ഭാരപ്പെടേണ്ട, നിന്റെ കുഞ്ഞിൻ്റെ മേൽ എൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ രോഗം അതിനെ വിട്ടുമാറി ശക്തമായ ആശ്വാസം ആ ശരീരത്തിൽ വെളിപ്പെടും. ആ ശരീരം വിയർത്ത് ആരോഗ്യം കൊണ്ട് നിന്റെ പൈതൽ ബലപ്പെടുന്ന കാഴ്ച നീ ഇതാ കാണാൻ പോകുന്നു. കീറലുകളുള്ള, തപ്പി നോക്കിയിട്ട് ഒരു ടിക്കറ്റ് ഇല്ലാതെ മറ്റൊന്നും കിട്ടാതെ ശൂന്യമായൊരു പേഴ്സ് മടക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് പോലും ആയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാളോട് പറയും, നിനക്ക് വേണ്ടി ഒരു സാമ്പത്തിക വഴി ഇന്ന് അത്ഭുതകരമാം വിധം പൊട്ടി പുറപ്പെടാൻ പോകും. പറഞ്ഞയച്ചിടത്ത് നിന്ന് തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നത് പോലെയുള്ള ഒരു ജോലിയുടെ കാര്യത്തിന്മേലൊരു ദൈവപ്രവൃത്തി ഇന്ന് ചില കുടുംബങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. അടുത്ത ഘട്ടം മുന്നോട്ടേക്ക് നീക്കുവാൻ ആവശ്യമായിരിക്കുന്ന നിർമ്മാണം, നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടം മുന്നോട്ടേക്ക് നീക്കുവാൻ ആവശ്യമായിരിക്കുന്ന സാമ്പത്തിക ഉറവയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് തുറന്നു തരുന്നു. ഹല്ലേലൂയ. ഈ കഴുത്തിൻ്റെ ഈ 2 വശവും നീര് വെച്ച് വളരെ വേദനയോടുകൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാവ് കൊണ്ട് രുചിയോടൊന്നും കഴിക്കാൻ വയ്യാതെ ചവയ്ക്കാൻ പോലും പറ്റാത്ത വിധം ഒരു വലിയ കസേരയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിൻ്റെ സൗഖ്യം ഇതേ വെളിപ്പെടുകയാണ്. നിന്റെ നാവിൻ്റെ മേൽ ഇന്ന് രുചി ഉണ്ടാകും. നിന്റെ ശരീരത്തിന് ദൈവം ഇന്ന് പകൽ ആ നീര് വങ്ങിപ്പോകുന്നൊരു സൗഖ്യത്തിൻ്റെ കൃപയെ അയക്കുകയാണ്. പൂർണ്ണമായ ആരോഗ്യം നിറഞ്ഞു കവിയട്ടെ. ദൈവികമായ സമാധാനം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞു വരട്ടെ. താങ്ക് യു ജീസസ്. യെല്ലോ കളറിലുള്ള ഒരു പേപ്പർ, ആ പേപ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാനസികമായി സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, തുടങ്ങിയതിലെല്ലാം നിനക്ക് തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതും കയ്യിൽ പിടിച്ചുകൊണ്ട് നിർവാഹമില്ലാതിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിന്റെ കയ്യിലിരിക്കുന്ന ആ പേപ്പർ, അതിൻ്റെ മേലെ ഉടലെടുക്കുന്ന സകലവിധമായ തലവേദനകൾക്കും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സമാധാനത്തിൻ്റെ സീല് വെക്കുന്ന കാഴ്ച ഞാൻ കാണും. സ്വസ്ഥമാകാൻ പോവുക ഇന്ന് കാര്യങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ ലോകമെമ്പാടും ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എല്ലാവരുടെ മേലും വരട്ടെ. പുതിയ വഴികൾ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആശ്വാസത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, ജീവിപ്പാനുള്ള താല്പര്യത്തെ കെടുത്തിക്കളയുന്ന എല്ലാവിധ ചിന്തകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ചമർച്ച ചെയ്യുന്നു. ദൈവിക സമാധാനം കൊണ്ട് അങ്ങനെ മക്കളെ നിറയ്ക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ കോട്ടയത്ത് IMA ഹാളിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. നിങ്ങൾ നേരിട്ട് വരാൻ കഴിയുന്ന എല്ലാവരും വരിക, അല്ലാത്തവർ ഓൺലൈനിൽ പങ്കുചേരുക. ശുശ്രൂഷ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.